ടി.പി. ശ്രീനിവാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആഗോളതലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്ന ഇടപെടലുകൾ കൂടിയാണ്. ചൈന തുറന്ന പിന്തുണ പാകിസ്ഥാന് പ്രഖ്യാപിച്ചിരിക്കുന്നു. തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും കൃത്യമായ ആയുധ ശേഖരം പാകിസ്ഥാനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ഒരു സംഘത്തെ നമ്മൾ നിയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ തരത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇന്ത്യ പാകിസ്ഥാനുള്ള നിലയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ വലിയ സപ്പോർട്ട് കിട്ടില്ല. കാരണം പൊതുവെ ഒരു ജനറൽ അഗ്രിമെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ളത് ഇത് ബയലാറ്ററലി സെറ്റിൽ ചെയ്യേണ്ടതാണെന്നാണ്. ഇപ്പൊ ബയലാറ്ററലി സെറ്റിൽ ചെയ്യണമെന്ന് പറയുന്ന കാര്യത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവർ ഇന്റർവീൻ ചെയ്യുക? അതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിരിക്കുകയുള്ളൂ. പക്ഷെ പാകിസ്ഥാനോട് വളരെ അടുപ്പമുള്ള ചൈനയോ ടർക്കിയോ ചില അറബ് രാജ്യങ്ങളോ ഒക്കെ ഒരുപക്ഷെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത് ഫൈറ്റ് അഗൈൻസ്റ്റ് ഇന്റർനാഷണൽ ടെററിസം. ഇതെല്ലാവർക്കും എതിരായിട്ടുള്ളതാണ്, നമുക്ക് മാത്രമല്ല എന്നുള്ളതാണ്. അതായിരിക്കും നമ്മൾ അങ്ങനെ ഗവൺമെന്റിനോട് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. കാരണം സെക്യൂരിറ്റി കൗൺസിൽ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ടെററിസം അറ്റ് എനി ഫോം ഷുഡ് ബി എലിമിനേറ്റഡ്. അപ്പൊ ആ എഫേർട്ടിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുള്ളൊരു പ്രൊജക്ഷൻ ചെയ്താലും കൂടുതൽ സപ്പോർട്ട് കിട്ടിയെന്ന് വരും. ഇനി ഈ സപ്പോർട്ടിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം അവരാരും മിലിറ്ററി എക്വിപ്മെന്റ് കൊടുക്കാനോ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ചില ഫ്രണ്ട്ലി വോയിസസ് ഉണ്ടാവും, എന്നിട്ട് സമാധാനത്തോട് എല്ലാവരും ജീവിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഇത് ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ ആരാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കുക, അതിന് എത്രമാത്രം എവിഡൻസ് കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്യുക. പക്ഷെ നമ്മുടെയും പോളിസി നമ്മൾ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് റിസോൾവ് ചെയ്യണമെന്നാണ്. മറ്റുള്ളവരുടെ ഇടപെടലല്ല. നമ്മൾ ഒരിക്കലും അവരെ അത് ഇടപെടാനായിട്ട് ക്ഷണിക്കുകയുമില്ല. ശരിയാണ്, രണ്ടു രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് പരിഹാരം ഉണ്ടാവേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് കരാറുകൾ അടക്കം പറയുന്നത്. പക്ഷേ ആ കരാറുകളെ അപ്പാടെ, ആ നിലപാടുകളെ അപ്പാടെ പിന്തള്ളുന്നൊരു ഒരു നടപടിയല്ലേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? അത്തരം ശ്രമങ്ങൾക്ക് പകരം വെല്ലുവിളികളല്ലേ ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ ഈ ടെറർ അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ അതിനെ അപലപിക്കുക, തങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെ പറയാറാണ് പതിവ്. പക്ഷേ ഇത്തവണ സ്വാതന്ത്ര്യ പോരാളികളാണ് അവിടെ ആക്രമണം നടത്തിയത് എന്നതടക്കം പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാജ്യത്തോട് എങ്ങനെയാണ് ഇത് സാധ്യമാവുക? ഇല്ല, ഇതിലൊരു വ്യത്യാസമില്ല. പണ്ടും അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ ടെററിസ്റ്റ് അല്ല, അവർ പീസ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്നാണ്. അതൊരിക്കലും അവർ റിജക്ട് ചെയ്തിട്ടില്ല. അവർ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തവണയും വീണ്ടും പറയുന്നുണ്ടായി. കാരണം ഇതാണല്ലോ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഏറ്റവും വലിയ പ്രശ്നം. ടെററിസം എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം വൺ മാൻസ് ടെററിസ്റ്റ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ എന്നുള്ള തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് പാലസ്തീനിലൊരു കണക്ക്, കാശ്മീരിൽ മറ്റൊരു കണക്ക്, വേറൊരു തരത്തിൽ എങ്ങനെയാണ് ടെററിസത്തെ പറ്റി ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കോൺഫറൻസീവ് കൺവെൻഷൻ ഓൺ ടെററിസം പോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം ഇൻഡിവിജ്വൽ സ്പെസിഫിക് കേസസ് മാത്രമാണുള്ളത്. അപ്പൊ അതിലൊന്നും നമുക്ക് വലിയ ഒരു പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റു രാജ്യങ്ങളിൽ. വളരെയധികം നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ ഞങ്ങളോട് പ്രതികരിച്ചത്.